കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ മണ്ണൂത്തി ഹോർട്ടിക്കൾച്ചർ ക്യാമ്പസ് യൂണിയൻ്റെ മാഗസിനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സംവരണ വിരുദ്ധമായ ഒരു കാർട്ടൂൺ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അത് അവിടെ കെ എസ് യുവിൻ്റെ യൂണിയനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ പുറത്തിറക്കിയ ഒരു മാഗസിനിലാണ് ഇത്തരം സംവരണ വിരുദ്ധമായൊരു കാർട്ടൂൺ പ്രത്യക്ഷപ്പെടുകയും അതിനെതിരെ PM ആർഷ ഒരു ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടുകയും അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഈ കാർട്ടൂൺ പിൻവലിക്കുകയാണ്, ഇതിൽ തെറ്റുപറ്റിപ്പോയി എന്ന KSU തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ കാർട്ടൂൺ പല വിധത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ്. അപ്പോൾ സംവരണ വിരുദ്ധത പറയുന്ന ഒരു കാർട്ടൂണാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഇപ്പോൾ എന്തിനാണ് ഈ സംവരണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പല വാർത്തകളുടെയും താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ അറിയാം, ഇവിടെയെല്ലാം സംവരണമല്ല, നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന വളരെ നോർമലായിട്ടുള്ള പ്രതികരണങ്ങൾ. അപ്പം അത്തരം പൊതുബോധങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു കാർട്ടൂണായി പോയില്ലേ അത്? സംശയമുണ്ടോ? ആ കാർട്ടൂൺ വരച്ച് വെച്ചിരിക്കുന്ന വായിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടൽ തോന്നും. കാരണം അതിനകത്ത് ഒരു ആലോചന, രണ്ടാമത് ആലോചനയുടെ കാര്യമില്ല. അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാർട്ടൂണാണെന്ന് മനസ്സിലാക്കാൻ ഒരു മാഗസിൻ എഡിറ്റർക്കോ ഒരു സ്റ്റാഫ് എഡിറ്റർക്കോ അത് ഉൾപ്പെടുത്തപ്പെട്ടു എന്നത് ഒരു മാപ്പിൽ അവസാനിക്കുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ എന്താണ്, ദലിതനും ആദിവാസിയും മറ്റ് പിന്നോക്കക്കാരും അവരുടെ അടുക്കള ചായ്പിൽ കഴുകി ഒഴിക്കുന്ന വെള്ളമാണ് ദരിദ്രനായ മുന്നോക്കക്കാരന് കുടിക്കാൻ കിട്ടുന്നത് എന്നാണത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. തടിച്ചു കൊഴുത്ത ആദിവാസി, തടിച്ചു കൊഴുത്ത ദലിതൻ, OBC അവരൊക്കെ വളരെ ഹെൽത്തിയാണ്. അവരുടെ അടുക്കളപ്പുറത്ത് അവർ കഴുകി ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ ഒരു തുള്ളിയായി ആർക്കൊഴിച്ചു കൊടുക്കുകയാണ്? മുന്നോക്കക്കാരന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുന്നോക്കക്കാരന് അതേ കിട്ടുന്നുള്ളൂ എന്നുള്ള പഴയ പ്രിയദർശൻ മോഹൻലാൽ സിദ്ധാന്തം ഒരാൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ആ വരച്ചു വെച്ചത് KSUവിൻ്റെ ഒരു മാഗസിൻ്റെ കാർട്ടൂണായി പ്രത്യക്ഷപ്പെടുന്നു. എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച് ഒരു തരിമ്പും ബോധമില്ലാത്ത ആളുകളാണ് ആ KSUവിനകത്തുള്ളതെന്ന് ഒന്നിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ KSUവിനകത്ത് ഇരുന്നുകൊണ്ട് സംവരണത്തിന് എതിരായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് KSUവിനകത്തൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ സംവരണം കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന ആളാണ് KSUവിനകത്തുള്ളത് എന്ന് വിചാരിക്കണം. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50% പേർക്ക് ഞങ്ങൾ സംവരണം കൊടുക്കും. ആർക്കൊക്കെയാണോ സംവരണത്തിന് അവകാശം അവർക്കെല്ലാം സംവരണം കൊടുക്കും ഞങ്ങൾ. മോദി എല്ലാ സംവരണവും എടുത്തു കളയാനാണ് 400 സീറ്റ് ആവശ്യപ്പെടുന്നത് എന്ന് പ്രസംഗിച്ച് നടന്നയാളാണ് ആര്? രാഹുൽ ഗാന്ധി. ആ പ്രസംഗത്തെ ഉദ്ഘോഷിച്ച് നടന്ന അതേ കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ആളുകളാണ് സംവരണത്തിനെതിരായിട്ടുള്ള ഈ പോസ്റ്റർ അല്ലെങ്കിൽ ഈ കാർട്ടൂൺ വരച്ചു വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, ആ കാർട്ടൂൺ വരച്ചു വെച്ചപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു. ആർഷോയാണ് അത് ആദ്യം കൊണ്ടുവരുന്നത്, KSUവിൻ്റെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനോട് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതികരണം കാണുക. അതായത് ഒരാശയം സമൂഹത്തിൽ തെറ്റായി പ്രതിഫലിക്കുന്ന ഒരു നിലയുണ്ടായി എന്നതുകൊണ്ട് ഞങ്ങളത് പിൻവലിക്കുന്നു എന്നാണ്. അപ്പോൾ യൂണിറ്റ് കമ്മിറ്റിയുടെ ബോധ്യം നോക്കുക, ഒരാശയം നല്ല ആശയമാണെന്ന് തോന്നുന്നു, തെറ്റായി പ്രതിഫലിച്ചു. അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പമാണ്. സമൂഹത്തിൽ തെറ്റായി പ്രതിഫലിച്ചു വെച്ചാൽ ഒന്നുകിൽ അത് പ്രതിഫലിപ്പിച്ച എന്തോ എക്യുപ്മെൻറ്റിൻ്റെ പ്രശ്നമോ മറ്റുമാണ്, അല്ലാതെ ആശയം പക്കയായിരുന്നു എന്നാണ്. ഫൈനലി അലോഷ്യസ് സേവർ ഇത് കുഴപ്പമാണ്, ഞങ്ങൾ പിൻവലിക്കുകയാണ്, ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നില്ല, ഇത് തിരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷവും നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന അപകടം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ KSUക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ള കുഴപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന KSU എന്ന് പറയുന്ന പ്രസ്ഥാനം, അപ്പോൾ അലോഷ്യസ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഐഡിയോളജിക്കലി എവിടെയാണ് നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്ന് KSUക്കാർക്കും അറിയില്ല, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലിരിക്കുന്ന ആളുകൾക്കും അറിയില്ല. അതതിൻ്റെ പ്രശ്നം. അത് KSUവിൻ്റെ മാത്രം കുഴപ്പമല്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ എവിടെയാണെന്ന് വ്യക്തത വരാത്തതാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ മഹാശാപം. വർഗീയതയോട് നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്? RSS കൊണ്ടുവരുന്ന സംവരണ വിരുദ്ധതയോട് നമ്മൾ സ്വീകരിക്കേണ്ട പൊസിഷൻ എന്താണ്? മുന്നോക്ക സംവരണം അവിടെ BJPയും PPMും ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾ മുഴുവൻ ചോർത്തിക്കൊണ്ടു പോവുകയാണെന്ന് വിദ്വേഷവാചകം പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്? കോൺഗ്രസിനകത്ത് ഒരു വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ട് BJPയെ നേരിടുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന പൊളിറ്റിക്കൽ ക്ലാസ് ഇവർക്ക് കിട്ടുന്നില്ല. അത് രാഹുൽ ഗാന്ധിക്ക് പോലും ആ പ്രശ്നമുണ്ട്. KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്ക് മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള മാഗസിൻ എഡിറ്റർക്ക് വരെ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സംവരണത്തിനെതിരെ സംഘപരിവാർ മനസ്സുള്ള ഒരു യുവാവ് ഒരു സംഗതി വരച്ചു കൊടുക്കുമ്പോൾ അത് നല്ല തെളിമയോടെ അച്ചടിച്ച് വെച്ച് വിതരണം ചെയ്യാൻ അവർക്ക് തോന്നുന്നത്. അത് പ്രിൻ്റ് എടുക്കുക, നോക്കൂ, അത് ഒരു കാർട്ടൂൺ കിട്ടുന്നു, ആരുടെയൊക്കെ കാർട്ടൂൺ കിട്ടിക്കാണാം, ഇത് തന്നെയാണ് മികച്ചതെന്ന് പിന്നെ പിക്ക് ചെയ്യുന്നു, അതിനകത്ത് വെക്കുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, പ്രൂഫ് നോക്കുന്നു. അതിനുശേഷം ഇത്രയും പേർക്ക് വിതരണം ചെയ്യാൻ ഏർപ്പാടാക്കുന്നവരെ അവർക്കതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ലെങ്കിൽ, ആ പ്രശ്നമായതിനു ശേഷവും പ്രതിഫലിച്ചതാണ് കുഴപ്പമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ KSUവിന് രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്നാണ് വിചാരിക്കേണ്ട കാര്യം. പിന്നെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ എന്ത് കാര്യം? കോൺഗ്രസ്സുകാർക്ക് തന്നെ
ആശയപരമായി നമ്മൾ എവിടെ നിൽക്കുന്നു, സംവരണം എന്ന് മാത്രം രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊരു ഒരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയാണ്. അതിനപ്പുറം നമ്മുടെ ഒരു പ്രത്യയശാസ്ത്ര പ്രതലം ഏതാണെന്ന് കോൺഗ്രസ് കൺഫ്യൂസ്ഡ് ആണ്. വർഗീയതയോട് എടുക്കേണ്ട പൊസിഷൻ എന്താണ്, രാമക്ഷേത്രവും ബാബരി മസ്ജിദും വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്, ദലിതുകളുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്, ഇത്തരം കേരളത്തിലെ ഈ ഡിവിസീവ് പൊളിറ്റിക്സ് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ്, ആ ആശയക്കുഴപ്പത്തിൻ്റെ ഉൽപ്പന്നമാണ് സത്യം പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നറിയാത്ത ആളുകൾ ഒരുപാട് ഇതിനകത്തുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഉദാഹരണം കണ്ടിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ജാഥ വരുമ്പോൾ സവർക്കറുടെ പടമൊക്കെ അടിച്ച് വെച്ച് സ്വീകരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സവർക്കർ ആരാണ്, മഹാത്മാഗാന്ധിയാണ്, നമ്മുടെ നേതാക്കളാരാണ്, അവരുടെ ആരാണെന്ന് പോലും കൺഫ്യൂഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുമാത്രമല്ല പലതരത്തിൽ ഹിന്ദുത്വ ഐഡിയോളജിയോട് കൂറു പുലർത്തുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന്, ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച വിഷയം മുതൽ മണ്ണുത്തി വരെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് നല്ല പ്രശ്നമുണ്ട്. എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എവിടെയാണ് പ്രതിരോധം തീർക്കേണ്ടെന്ന കാര്യത്തിൽ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇത്രയും വിദണ്ഡ വിശദീകരണങ്ങൾ അതിനകത്ത് വരാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഫസർ, എൻ്റെ പല അടുത്ത സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സ്കൂൾ കാലം തൊട്ട് കോളേജ് കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ എത്ര പഠിച്ചാലോ നിങ്ങൾക്കൊക്കെ എല്ലാം സംവരണത്തിൽ കൂടെ, നിങ്ങൾക്കൊന്നും അധികം പഠിക്കണ്ടല്ലോ, അധികം മാർക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അതെല്ലാം കിട്ടുമല്ലോ, നിങ്ങൾക്ക് നല്ല ഗവൺമെൻറ് ജോലി കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു കത്തിയെടുത്ത് കുത്തിക്കീറുന്ന പോലെയാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് മനുഷ്യർ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ കാർട്ടൂൺ കേൾക്കുന്നത്. അപ്പോൾ എന്താണ് സംവരണം, എന്തിനു വേണ്ടിയാണ് സംവരണം നടത്തേണ്ടി വന്ന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്തായിരുന്നു, സാമൂഹ്യ സാഹചര്യം എന്തായിരുന്നു എന്നറിയാത്ത വിദ്യാർത്ഥികൾ ഉള്ള ഒരു സംഘടനയാണോ KSU? അതുമാത്രമല്ല, ഇപ്പോൾ ഈ കാർട്ടൂൺ വന്നതിന് ശേഷം സാധാരണ നിലയിലുള്ള ഒരു ഓഡിറ്റിംഗ് KSUവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു സെമിനാർ നടക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം പ്രസംഗിക്കുന്നത് ഹമീദ് ചേന്നമംഗലൂർ ഇടതുപക്ഷ ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞു, കോൺഗ്രസ് അതിൻ്റെ ആശയങ്ങളിൽ വ്യക്തത വരുത്തുകയും അതിൻ്റെ ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇറക്കുകയും ചെയ്യണം എന്നൊരു സംഗതി പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം പ്രസംഗിക്കുന്നത് VT ബൽറാം ഹമീദ് ചേന്നമംഗലൂരിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം, കോൺഗ്രസ്സിന് അങ്ങനെ ഗ്രന്ഥങ്ങൾ ഇറക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഇന്ത്യൻ ഭരണഘടനയാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഈ സംവരണം എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് വന്നതാണ്? ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ഫോം ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് ഏറ്റവും വലിയ റോളുള്ള പാർട്ടി ഏതാണ്? കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളാണ് ഇവിടെ ഇത് വരച്ചു വെക്കുന്നത്. നോക്കൂ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംവരണത്തെക്കുറിച്ചിട്ടുള്ള അതിഗഹനമായ അങ്ങേയറ്റം സ്കോളർലി ആയിട്ടുള്ള ഡിബേറ്റുകൾ നമുക്കതിനകത്ത് വായിക്കാൻ പറ്റും. അംബേദ്കർ ഒരു ഭാഗത്തുണ്ട്, ഈ പറയുന്ന സംവരണ വിരോധികളായിട്ടുള്ള ആളുകളും ഇതിനകത്തുണ്ടായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഏറ്റവും ഗംഭീരമായ ഡിബേറ്റുകളിൽ ഒന്ന് ഇതാണ്. ഒന്ന് ഫെഡറലിസത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ രണ്ടാമത് സംവരണത്തെക്കുറിച്ചുള്ളതാണ്. അത്യന്തം ഗഹനമായിട്ടുള്ളൊരു ഡിബേറ്റാണ്. അപ്പം അത്തരം ദീർഘമായ ഡിബേറ്റുകളിലൂടെ ഫോം ചെയ്യപ്പെട്ടൊരാശയമാണ് സംവരണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതേക്കുറിച്ച് ഈ കോൺഗ്രസിൻ്റെ ഇങ്ങേ തലക്കൽ ഉള്ള ആ തലമുറയിലെ ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് ഈ കാർട്ടൂൺ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അലോഷ്യസ് അത് തള്ളി പറഞ്ഞു എന്നുള്ള നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിൽ ഈ കാർട്ടൂണിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞല്ലോ, ഈ SC ST ഇതിലൂടെയൊക്കെ അരിച്ചരിച്ച് അവസാനം ദുർബലനായ മുന്നോക്കക്കാരൻ എന്തോ കിട്ടുന്നു എന്നുള്ള, ഇന്നത് അപ്രസക്തമാണെന്ന് പോലും ഇവന്മാർ അറിഞ്ഞിട്ടില്ല. കാരണം ഈ പറയുന്ന അരിച്ചിറങ്ങുന്ന ആ ലെയറിൽ EWS ഉണ്ടല്ലോ, മുന്നോക്കക്കാർക്ക് ഇന്ന് സംവരണം. അതെന്താ ഈ പുള്ളി വരക്കാതിരുന്നത്? ഇന്നും ഈ അവസാനത്തെ നിൽക്കുന്ന ആ മെലിഞ്ഞ ആളുടെ അവിടെ എഴുതി വെച്ച് ജനറൽ എന്നാണ്. ഇതിന് ജനറൽ കാറ്റഗറി ഇല്ലല്ലോ, ഒരു സംവരണ, എല്ലാവരും സംവരണീയരല്ലേ. അതെന്താണ് ഈ പുള്ളി മറന്നുപോയത്? പുള്ളി അറിഞ്ഞില്ലേ? അതിലേക്ക് വരുമ്പോഴാണ് രേഷ്മ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഠിച്ചില്ലേലും കിട്ടും എന്ന് പറയുന്ന. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കേരളത്തിലെ ഈ വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ്റെ ആ സംവരണ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ വിവിധ ജോലികളിലേക്കുള്ള ആളുകളുടെ പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക. ഒറ്റ കാര്യം ഞാൻ പറയാം, ഇപ്പോൾ LLB എടുക്കുക, അല്ലെങ്കിൽ MBBS എടുക്കുക.
അപ്പോൾ ഒരു കോഴ്സിന് ഈഴവ സംവരണത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുടെ റാങ്ക് 1000 വിചാരിക്കുക, അല്ല 100 വിചാരിക്കുക. അതേ കോഴ്സിൽ EWSൽ സംവരണത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുടെ റാങ്ക് 10,000. അപ്പോൾ എവിടെ ക്വാളിറ്റി? ഇവർ സംവരണത്തിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്തായിരുന്നു? അത് ക്വാളിറ്റി നഷ്ടപ്പെടുത്തും. പഠിക്കാത്തവരെ ഇതാക്കും, പഠിക്കാൻ കഴിവില്ലാത്തവർ കോളേജിൽ കയറും, അല്ലെങ്കിൽ കഴിവില്ലാത്തവർ ജോലി നേടുന്നുള്ളത്. ഈ രേഷ്മ നോക്കൂ, ഇപ്പോൾ ഈ EWS വന്നതിന് ശേഷമുള്ള ഏത് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും, പിന്നോക്ക സംവരണത്തിലുള്ള ആൾ 100 നിൽക്കുമ്പോൾ മുന്നോക്ക സംവരണത്തിലുള്ള ആൾ 1000 നിൽക്കുന്നത്. 1000 റാങ്കുകൾ EWSകാരന് കിട്ടുന്നുണ്ട്, 100 റാങ്കുകൾ OBCക്കാരന് കിട്ടുന്നുള്ളൂ. ഇതൊരു ഫാക്റ്റാണ്. MBBSൻ്റെ എടുത്ത് നോക്കൂ, PG മെഡിക്കൽ PG എടുത്ത് നോക്കൂ, LLB എടുത്ത് നോക്കൂ, +1 എടുത്ത് നോക്കൂ, ഡിഗ്രി എടുത്ത് നോക്കൂ. EWS നടപ്പിലാക്കിയ ശേഷമുള്ള ഏത് ലിസ്റ്റ് വേണം രേഷ്മ എടുത്ത് പരിശോധിച്ചു. ഇതാണ് കഥ. അപ്പോൾ ആരാണ് പഠിച്ചില്ലെങ്കിലും കയറുന്നത്? ആരാണപ്പോൾ? ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ക്വാളിറ്റി വാദങ്ങളോ ഈ പരിപാടികളൊന്നുമില്ല. പക്ഷെ അതുപോലും ഈ കാർട്ടൂൺ വരച്ച ചങ്ങ ഇതും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവൻ്റെ ഈ ഫിൽറ്ററിൽ ഇതില്ല, EWS ഇല്ല, SC STയും OBCയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രശ്നം ഇതാണ്, ഈ സംവരണ വിരുദ്ധത എന്ന് പറയുന്നത് കേരളത്തിൽ ജനകീയവൽക്കരിക്കപ്പെട്ട ആശയമാണ്. ഒരാൾക്ക് പോലും ഇതിലൊരു പ്രശ്നം കണ്ടുപിടിക്കാൻ അല്ല, പ്രശ്നം വെച്ചാൽ അവിടെ സ്റ്റാഫ് എഡിറ്ററുണ്ട്, സ്റ്റുഡൻറ് എഡിറ്ററുണ്ട്, പിന്നെ 13 അംഗങ്ങളുള്ള എഡിറ്റോറിയൽ ബോർഡും സംഭവമൊക്കെ ഉണ്ട്. അവർക്കിത് പ്രശ്നം മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ആശയം കത്തണ്ടേ, എന്താണ് ഞങ്ങളീ പറയുന്നത്. ഇനി നോക്കി, അവർ ഈ സംവരണം പ്രശ്നമാണെന്ന് സത്യസന്ധമായി വിചാരിക്കുന്ന ആളുകളാണ് വിചാരിക്കും. എങ്കിൽ തന്നെ ഈ കാർട്ടൂണിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് EWS എന്ന് പറയുന്ന ഫിൽറ്റർ അതിനകത്തില്ല. അപ്പോൾ KSUകാർ പാർട്ടി ക്ലാസ് നടത്തണം. പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിന് പ്രശ്നമാണ്. യെസ്, അതാണ് KSUക്കാർക്ക് അത്യാവശ്യമായിട്ട് ചില ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. ക്ലാസ്സുകൾ കിട്ടാത്തതിൻ്റെ പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്.